ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദ കപ്പിൾസും ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു സൊല്യൂഷൻ എന്താണ്? ഈ ന്യൂട്രീഷൻ തെറാപ്പിയും ഇൻഫെർട്ടിലിറ്റി തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? ആക്ച്വലി ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്നെ കഴിഞ്ഞ് കൂടുതൽ അമ്മയ്ക്ക് പറയാൻ പറ്റും. എന്നെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ചോദിച്ചെന്നുള്ളതാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ മെറ്റാജൻ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടാണ്, ഹോളിസ്റ്റിക് ആയിട്ടാണ്, എല്ലാം അതിനകത്ത് വരും. പ്രധാനമായിട്ട് നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് പോലെ തന്നെ. നമ്മളിപ്പം ജിമ്മിലൊക്കെ പോകുന്നതിനാ, രാവിലെ നടക്കാൻ പോകുന്നതൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നതുപോലെ തന്നെ ഒരു മൈൻഡ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ആണോ വലുത്, മൈൻഡ് ഫിറ്റ്നസ് ആണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എല്ലാവരും പറയും മൈൻഡ് ഫിറ്റ്നസ് ആണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഒത്തിരി പേര്, അതായത് മോർ ദാൻ 50% ആൾക്കാർ മൈൻഡ് ഫിറ്റ്നസ് ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇത് കൊടുക്കുന്നത് ഈ മൈൻഡ് പവർ ടെക്നിക്സ് ഒത്തിരി ഉപയോഗിച്ചിട്ട് മൈൻഡ് ഫിറ്റ്നസ് ആണ് നമുക്ക് കൊടുക്കുന്നത്. അതിൽ കൂടെ ഒരുപാട് സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് എല്ലാവർക്കും അങ്ങ് മാറും. അതുകൂടാതെ ഇപ്പം അമ്മയെ തന്നെ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് സൈക്കോ തെറാപ്പിസ്റ്റ്. അപ്പം പലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന റിയാക്ഷൻസ്, അത് ട്രിഗർ ചെയ്തിട്ടായിരിക്കും ഇവർക്ക് സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുവാണ് എന്തെങ്കിലും ഒരു കുഞ്ഞ് ഡിസോർഡറോ ഇല്ല എന്തെങ്കിലും ഒരു പിന്നെ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കാര്യമുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡിൽ ഇല്ല പെരുമാറ്റത്തിൽ ഒക്കെ വ്യത്യാസം വരുത്തിയിട്ട് അപ്പോൾ അവർക്കത് അന്ന് അവരുടെ ബോഡിയിൽ അത് പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാക്കുക. അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ മൈൻഡ് പവർ കൂടാതെ തന്നെ സൈക്കോ തെറാപ്പി, അതുകൊണ്ടാണ് ഫുൾ ടൈം നമ്മൾ സൈക്കോളജിസ്റ്റിനെ അവിടെ വെച്ചിരിക്കുന്നത്. അതുകൂടാതെ പിന്നെ നമുക്ക് ചെയ്യുന്ന ഫുഡ് തെറാപ്പി. അപ്പോൾ ഫുഡ് തെറാപ്പിക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ യു ആർ വാട്ട് യു ഈറ്റ്, നിങ്ങൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ റെഗുലറായിട്ട് ഒരേമാതിരിയുള്ള ഫുഡ് കഴിച്ച് ശരീരത്തിന് വേണ്ടുന്ന, നമ്മുടെ ജീനുകൾക്ക് വേണ്ടുന്ന എല്ലാ ന്യൂട്രീഷനും ചെല്ലുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഫുഡ് തെറാപ്പിസ്റ്റ്, ഫുൾ ടൈം ഫുഡ് തെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് തെറാപ്പിസ്റ്റ് അവിടെ ഇരുന്നിട്ട് ഇവർ കഴിക്കുന്ന ഫുഡിനെ കുറിച്ചെല്ലാം ചോദിച്ചിട്ട് അവർക്ക് കൃത്യമായി ഒരു ഫുഡിൻ്റെ ലിസ്റ്റ്, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന അവരുടെ ഹാബിറ്റുമായിട്ട് അതിനകത്ത് എന്തൊക്കെ കുറവുണ്ടെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി ഉൾപ്പെടെ ആ ഒരു പ്രിസ്ക്രൈബ് ചെയ്ത് പ്രിൻ്റായിട്ട് കൊടുക്കും. ഓക്കെ. അപ്പോൾ അതോടുകൂടി അവർക്ക് ആ ഫുഡിൻ്റെ കാര്യം, അതുപോലെ തന്നെ നമുക്ക് മോഡേൺ മെഡിസിൻ്റെ തന്നെ ഒരു ഡോക്ടർ അവിടെ ഉണ്ട്, ഡോക്ടർ സമീസ്. അപ്പം അദ്ദേഹം ബ്ലഡെല്ലാം ചെക്ക് ചെയ്ത് അനാലിസിസ് ചെയ്തതിന് ശേഷം എന്ത് ന്യൂട്രീഷനാണ് അവരുടെ ശരീരത്തിൽ കുറവുള്ളത് എന്ന് നോക്കിയിട്ട് ആ ന്യൂട്രീഷൻ, അതും പ്രത്യേകിച്ച് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഫുഡിൽ നിന്നൊക്കെ എടുക്കുന്ന ന്യൂട്രീഷൻ, നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ന്യൂട്രീഷനാണ് ന്യൂട്രീഷൻ തെറാപ്പിയിൽ കൊടുക്കുക. അതും കൂടാതെ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് അദ്ദേഹം നോക്കും ആഡിക്വേറ്റ് ആയിട്ട് എക്സസൈസ് നടത്തുന്നുണ്ടോ, നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അപ്പർ ബോഡി മൂവ്മെൻ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം കൂടെ ആകുമ്പോൾ, പിന്നെ ഈ 5 എണ്ണം ആകുമ്പം തന്നെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമീകൃതമായ ഒരു വെൽനെസ് ആണ്. കാരണം അവരുടെ സമയം പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും എല്ലാം പറ്റും. അടുത്തതാണ് സെക്സ് ലൈഫ്. സെക്സ് ലൈഫിൽ നമ്മൾ ഇപ്പം സൈക്കോളജിസ്റ്റ് കൊടുക്കുന്ന കൂടാതെ ആവശ്യമുള്ള കേസിനകത്ത് മാത്രം സെക്സ് തെറാപ്പി, അപ്പോൾ സെക്സ് തെറാപ്പി നമ്മൾ കൊടുക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയത്തില്ലാത്തതാണെങ്കിൽ, പിന്നെ പുരുഷനാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഇതിൽ തന്നെ തെറാപ്പിയിൽ തന്നെ യൂറോളജിസ്റ്റ് ഉണ്ട്. പുരുഷൻ അത് ആൻഡ്രോളജി യൂറോളജി എന്ന് പറഞ്ഞ ഒരെണ്ണം തന്നെയാണ്. രണ്ടാമത് നമുക്ക് ഗൈനക്കോളജിയുടെ ഈ ഭാഗത്ത് ബന്ധപ്പെട്ട ആ സമയത്ത് നമുക്ക് നമ്മൾ റെഫേർഡ് ആയിട്ട് ചെയ്യുന്ന ഏറ്റവും നന്നായിട്ട് ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള ഈ മേഖലയിലുള്ള ഗൈനക്കോളജി സ്ഥാപനമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെ വരുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻഫെർട്ടിലിറ്റി ആണ് അവരുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായി വേറെ എവിടെ കിട്ടുന്നതിലും, ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ലോകത്ത് എവിടെ കിട്ടുന്നതിന് കഴിയും നന്നായിട്ടുള്ള പരിഹാരമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഒരു രീതിയെക്കുറിച്ച് അടുത്തിടെ നടന്ന ഈ പറഞ്ഞ കുറേ സ്റ്റഡീസ് ഉണ്ട്. നമ്മളെന്തായാലും ഇതിപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ ഇത് കംപ്ലീറ്റ് കാണാൻ നോക്കുക. കാരണം എനിക്ക് തോന്നുന്നു ഒരു പുസ്തകം വായിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ നിന്ന് തന്നെ ഞാൻ വഴി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ മെത്തേഡുകൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മാറ്റം വരുന്നത് എന്നുള്ളത് പിന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത കാലത്തുള്ള
ഒരു റീസെർച്ച്. അതിനകത്ത് ഈ ഡോക്ടർ ജോർജ് ഇ ഷവാറോ ആണ് ചെയ്തത്. അതിൻ്റെ ഡയറ്റിൻ്റെ ഇമ്പാക്റ്റ് ഇൻഫെർട്ടിലിറ്റിയിൽ എങ്ങനെ ബാധിക്കുന്നത്. അപ്പോൾ ഫുഡ് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ഇതാണ്, സ്ത്രീകൾ അവരുടെ ഫുഡ് ഡയറ്റ് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പേരിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി 66% ഉയരുന്നതായിട്ട് കണ്ടു. ഭയങ്കര റിസൾട്ടാണ്. 66% ഉയരുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, അപ്പോൾ അത് ഡോക്ടർ സാറ എ കൊണോളി അവരുടെ റിസർച്ചിനകത്ത് കണ്ടത് ഈ എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രെസ്സ് കംപ്ലീറ്റ് റിലീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ പ്രഗ്നൻസി ലെവൽ കൂടുന്നു. 52% ആണ് ഇൻക്രീസ് കണ്ടത്. 52% ഭയങ്കര വലിയ റിസൾട്ടാണ്. അതേപോലെ തന്നെ പിന്നെ ഇതുപോലെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് നമുക്ക് ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ULC എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ലണ്ടനിൽ, അവിടെ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ജെ ബൗളിൻ അദ്ദേഹത്തിൻ്റെ റിസർച്ച് കണ്ടത് ഈ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ നടത്തുവാണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ ആൾക്കാരുടെ പ്രഗ്നൻസി ഇല്ലെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് നല്ലപോലെ കൂടുന്നു. അപ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കണ്ടെത്തലാണ്. ഇതെല്ലാം നമ്മളൊരു അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻഡോ കാനഡ, അവിടെയാണെങ്കിൽ ആന്റണി ചെങ് അദ്ദേഹത്തിൻ്റെ റിസർച്ചിനകത്ത് കണ്ടത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസും ഫെർട്ടിലിറ്റി ആയിട്ടുള്ള വ്യത്യാസമാണ് കണ്ടത്. അപ്പം തീരെ ഫെർട്ടിലിറ്റി ഇല്ലാത്ത ആൾക്കാരെ മാത്രം എടുത്തിട്ട് നടത്തിയപ്പോൾ 32% ആൾക്കാർ ആദ്യത്തെ രീതിയിൽ തന്നെ അവർ ഫെർട്ടൈലായി. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അവരുടെ സ്റ്റഡിക്കകത്ത് മൈൻഡ് ബോഡി പ്രോഗ്രാം, ശരിക്കും പറഞ്ഞാൽ മൈൻഡിനെ നമ്മൾ പ്രത്യേകിച്ച് പ്രോഗ്രാംസ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ 45% ആൾക്കാർ ഫെർട്ടിലിറ്റി പ്രഗ്നൻ്റ് ആകുന്നതായിട്ട് കണ്ടെത്തി. ഇനി വേറെ കൂട്ടി നമ്മളൊരു 10-30 സ്റ്റഡീസ് ഞാൻ വിശദമായിട്ട് നോക്കിയതാണ്. അപ്പം അതിനകത്ത് ആഫർമേഷനും കൊണ്ടുള്ളത്, വിഷ്വലൈസേഷനും കൊണ്ട് പ്രഗ്നൻസി കൂടുന്നത്, ഇത് നമുക്ക് തന്നെ ഉള്ള നമ്മൾ തന്നെ നടത്തിയിട്ടുള്ള സ്റ്റഡിക്കകത്ത് എല്ലാം ഇത് വളരെ 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 കൂടുന്നുണ്ട്. അപ്പം നമുക്ക് പൊതുവേ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഈ മൈൻഡ് മെത്തേഡും ഇതെല്ലാം ഒരു കോമ്പിനേഷനാണ്. ഞാൻ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ മെറ്റാജൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി യുണീക്കാണ്. ഇന്ത്യയിൽ ആസ് ഓൺ ടുഡേ ഇതിന് സമാനമായിട്ട് ആരും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വരാവുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നമുക്ക് ന്യൂട്രീഷൻ തെറാപ്പിക്കകത്ത് എപ്പോഴും നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് ന്യൂട്രീഷൻ ഓപ്റ്റിമൈസ് ചെയ്യണം. നമുക്ക് ഡയറ്റിനകത്തുള്ളത് അപ്പം ഫോളിക് ആസിഡൊക്കെ കൂട്ടണം, സിങ്ക്, അയൺ, വൈറ്റമിൻ ഡി, ഒമേഗ 3 ഇതൊക്കെ നമുക്ക് നല്ല കൂട്ടണം. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് നമുക്ക് ഫുഡിൽ ഫെർട്ടിലിറ്റി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ കപ്പിളിന് നല്ലതുപോലെ കൂട്ടണം. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് നമുക്കത് വളരെ സെലക്ട് ചെയ്ത്, അത് പ്രത്യേകിച്ച് തന്നെയല്ല ഈ ഒരു കാര്യം കൊടുക്കുമ്പോൾ നമ്മുടെ ഫുഡ് തെറാപ്പിസ്റ്റ് ഇത് വളരെ കൃത്യമായിട്ട് ഇവർക്ക് കഴിക്കാവുന്ന രീതിയിൽ അതിനെ പരുവപ്പെടുത്തി ഒരു ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. അതുപോലെ തന്നെ ഈ പ്രോസസ്ഡ് ഫുഡ് ലിമിറ്റ് ചെയ്തുകൊണ്ട് ഷുഗർ ഇൻടേക്ക് വളരെ കുറച്ചുണ്ട്. അതൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡ് തെറാപ്പിസ്റ്റ് കൃത്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബോഡിയും മൈൻഡും എല്ലാം ഉൾപ്പെടെയാണ്. പിന്നെ ഈ ഹെൽത്തി ഫാറ്റായിരിക്കട്ടെ, അവക്കാഡോ കഴിക്കുന്നത്, നട്ട്സ് കഴിക്കുന്നത്, സീഡ്സ് കഴിക്കുന്നത്, ഒലിവ് ഓയിൽ കഴിക്കുന്നത്, പിന്നെ ഓർഗാനിക് ഫുഡ് കഴിക്കുന്നത്, അതുപോലെ തന്നെ വെള്ളം കൂടുതൽ കുടിക്കുക. ദിവസം ഓരോരോ ചെറിയ ചെറിയ സിപ്പായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, ഓരോ അരമണിക്കൂറിലും കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ചില ഹെർബുകൾ ഇല്ല നമ്മൾ കഴിക്കുന്നതിനകത്തുള്ള ലീഫുകളും ഇതൊക്കെ വളരെ കൂട്ടുക. അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ കുറച്ചുകൂടെ കൂട്ടുക. അതല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റുകൾ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുക ഫുഡിൽ നിന്ന്. അതൊക്കെ നമ്മുടെ ന്യൂട്രീഷനിസ്റ്റ് ചെയ്തോളും. ഫുഡ് തെറാപ്പിസ്റ്റ് ഉണ്ട് നമുക്ക്. പിന്നെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് നമ്മളെ മൈൻഡിൻ്റെ അപ്പോൾ മെഡിറ്റേഷൻ പ്രത്യേകമായിട്ടും നമുക്ക് ഈ കൺസീവ് ചെയ്യാതെ ഇരിക്കുന്നത് ഈ ലൈഫ് ലൈനിൽ ഒരുപാട് റിസൾട്ട് ഉണ്ട്. അപ്പം ആദ്യമേ നമ്മൾ പറയുന്നത് ഇവരെ കൊണ്ടൊരു ഗോള്, അപ്പോൾ ആ ഗോളിനകത്ത് എന്തൊക്കെയാണ് ഒരു കുഞ്ഞുണ്ടാകാൻ തടസ്സം നിൽക്കുന്നത്. ചിലപ്പോൾ അവരുടെ വെയിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒവേറിയൽ സിസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ സ്പേമിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കാം, ഇല്ല രണ്ടുപേരുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ കൊണ്ടായിരിക്കും, ഇല്ല വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ മസിൽ പിടിച്ചോണ്ട് നിൽക്കുന്നത് എനിക്ക് കുഞ്ഞായില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നതിന് പകരം മൈൻഡ് പവർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് നമ്മൾ ആ ഒരു നല്ല ഇഷ്ടപ്പെട്ടൊരു കുഞ്ഞിൻ്റെ പിക്ചർ ഉണ്ടാക്കി
നമ്മുടെ പിന്നെ കിടക്കുന്നതിൻ്റെ മുന്നിൽ ഇടുക എന്നുള്ളതാണ്. പിന്നെ കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കുക, മെൻ്റലി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഈ കുട്ടി മെൻ്റലി ഈ കപ്പിള് പ്രഗ്നൻ്റ് ആണ്, മനസ്സിനകത്ത് കുഞ്ഞവിടെ വേണം. അപ്പം പിന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള ഈ കപ്പിൾ എങ്ങനെയാണ്? അവർ ഹാപ്പി ആയിട്ടാണോ വരുന്നത്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണോ ആദ്യം വരുമ്പോൾ? ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് സാർ വരുന്നത്. കാരണം അവർക്ക് ഇനി എന്ത് ചെയ്യണം എന്നൊരു ഹോപ്പ് ഇല്ലാത്തത് പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. നമ്മളെ മെത്തേഡ് ആകുമ്പോഴത്തേക്കും ചിലവും കുറവാണ്, തന്നെയല്ല സേഫാണ്, വേറെ ഒരു പ്രശ്നവും വരുന്നില്ല. പക്ഷേ നമ്മുടെ ഇതിനകത്ത് അവർക്ക് മെഡിസിൻ ആവശ്യമുണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട്, നമ്മുടെ അവിടെ ഉണ്ടല്ലോ മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർ ഉണ്ടല്ലോ, മെഡിസിൻ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് നേരിട്ട് തന്നെ ടൈപ്പ് ഉണ്ട്. അപ്പം ആ ടൈപ്പിനകത്ത് ഇപ്പം പിന്നെ സവേൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പോലും നമുക്ക് ടൈപ്പ് ഉണ്ട്. അല്ലാതെ പല ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് വളരെ അടുത്ത് നമുക്ക് പിന്നെ നമ്മൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് റെഫർ ചെയ്യേണ്ട സ്ഥലം കേസാണെങ്കിൽ നമ്മളതിപ്പോൾ കൃത്യമായിട്ട് അങ്ങോട്ട് നമ്മൾ റെഫർ ചെയ്യും. പക്ഷേ വേറൊരു കാര്യമാണ്, അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഡ്വൈസ് ചെയ്യാനും മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യത്തിൻ്റെ ഒരു 10 ഇരട്ടി മാറ്റം നമ്മൾ വരുത്തിയാണ് വിട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പിന്നെ ഇവിടെ വരുന്ന ഒരു 100 കുട്ടികളില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഒരു 20 പേരൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടതായിട്ട് വരത്തുള്ളൂ. അല്ലാതെ തന്നെ ഈ മെത്തേഡിൽ തന്നെ അവർ നോർമലി തന്നെ അവർക്ക് പ്രഗ്നൻസി അച്ചീവ് ചെയ്യാൻ പറ്റും. അത് ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട് ഇവിടെ വന്നിട്ടുള്ളത്. 10-12 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നതിന് ശേഷം വന്ന് ഏതാണ്ട് 1.5 വർഷത്തിനകത്ത് തന്നെ. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ കറക്ഷനും കൂടി ഇവിടെ നമുക്ക് ആവശ്യമാണ്. അത് മറ്റ് ഹോസ്പിറ്റൽസിൽ ലാക്കിങ് ആണ്. അപ്പോൾ ഈ മൈൻഡാണ് ബോഡിയെ കഴിഞ്ഞ്, അതായത് മൈൻഡിൽ മാറിക്കഴിയുമ്പോഴത്തേക്കും ബോഡിയിൽ മാറ്റം വരും. അപ്പോൾ ഇൻറ്റേർണലി കൺസീവ് ചെയ്യുക. പിന്നെ ഈ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ്, അപ്പം അവരുടെ ഇമോഷണൽ ആസ്പെക്റ്റും കുട്ടി ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. കുട്ടി ഓൾറെഡി ഉണ്ടെന്നുള്ളത്, ഉള്ളിലുണ്ട് എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഇത് നമ്മുടെ മൈൻഡ് പവർ മെത്തേഡിൽ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇത് വന്നു പോകാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസീവ് ആകുന്ന വരത്തേക്ക്, കാരണം ഈ പലപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് ന്യൂട്രീഷനെ കഴിക്കുന്ന ഒറ്റ പ്രാവശ്യം കഴിച്ചാൽ മതി. അല്ല, നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എടുക്കുന്ന ലൈഫ് ലോങ് എല്ലാ ദിവസവും എടുക്കുക. ഭക്ഷണം അത്രയും കുറയ്ക്കാം. ഭക്ഷണം അത്രയും കുറച്ചിട്ട് നമുക്ക് ബോഡിക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ തന്നെ. അപ്പോൾ എനിക്കാണേലും സജസ്റ്റ് ചെയ്യുന്നത് ന്യൂട്രീഷൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ എവിടെ പോയാലും അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം അല്പം കഴിച്ചിട്ട് ബാക്കി കൂടി ഇത് കഴിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ റിലീസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇമോഷണൽ റെസീലിയൻസ്, സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ തകർന്ന് നിൽക്കുന്ന മനസ്സുകൊണ്ട് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് മേക്കപ്പ് ചെയ്യണം. പിന്നെ അവർക്ക് തന്നെ ഒരു സെൽഫ് കമ്പാഷൻ, ഓവർ ബർഡനൊക്കെ എടുത്തു വെച്ച്, പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് കസ്റ്റമൈസ് ചെയ്യണം ഇവർക്ക് ചേരുന്ന രീതിയിൽ. അതേപോലെ തന്നെ നമുക്ക് ഈ ഫെർട്ടിലിറ്റിക്ക് സഹായിക്കുന്ന ചില സൂപ്പർ ഫുഡുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫുഡ് തെറാപ്പിസ്റ്റ് പറയുകയാണ് നല്ലത്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ ദിവസവും കഴിക്കണം. ന്യായമായിട്ട് നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നില്ല. അത് നമ്മുടെ ഭക്ഷണത്തിൽ വരാത്ത ചില ഫുഡുകളുണ്ട്. ചില നട്ട്സുകളും ചില ഫുഡുകളും നമുക്ക് നോർമലി കിട്ടുന്നതാണ്. വലിയ വിലയൊന്നുമല്ല, പക്ഷെ അത് കറക്റ്റായിട്ട് നിങ്ങൾ സംസാരിച്ച് നമ്മുടെ പിന്നെ ഫുഡ് തെറാപ്പിസ്റ്റ് അത് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. എന്നാൽ അത് ഒരുപാട് കഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ചില മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് തരുന്നത് നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർ ഇതെല്ലാം നോക്കിയിട്ടാണ്, കുറവുകൾ നോക്കിയിട്ട്. പിന്നെ ഗട്ട് ഹെൽത്ത്, എപ്പോഴും പോസിറ്റീവ് ബാക്ടീരിയ, നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ഉള്ളിൽ അത് കുറവാണെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ദോഷമായിക്കൊണ്ടിരിക്കുന്ന കഫൈൻ കൂടുതലുണ്ടാകും, അതല്ലേ ആൽക്കഹോൾ ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോർമലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില കേസിനകത്ത് വെയിറ്റ് ആണെങ്കിലും നമുക്കൊരു കാര്യമാണ്. ഈ മൈൻഡ് പവർ കൊണ്ട് നമുക്ക് ഒരു 10 കിലോ 20 കിലോ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കുറയ്ക്കാം. പട്ടിണി ഒന്നും കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത്. അപ്പം നമുക്ക് ആ രീതിയിലും അവർക്കത് സഹായമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുഡും ഇതനുസരിച്ച് ലിവർ ഹെൽത്ത് ടോട്ടലി ഡീടോക്സിഫൈ ചെയ്യുക. അപ്പോൾ 2 വിധത്തിലുള്ള ഡീടോക്സിഫിക്കേഷൻ നടക്കും. ഒന്ന്, നമ്മൾ ശരീരത്തിലുള്ള ടോക്സിൻസിനെ റിലീസ് ചെയ്യും. ഇമോഷണൽ ഡീടോക്സിഫിക്കേഷനാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനകത്ത്.
അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഫെർട്ടിലിറ്റിയുടെ ഇത് വരുമ്പോഴത്തേക്കും ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നത് ഒരു 6 മാസം മുതൽ 1 വർഷം വരെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരണം. നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് അതുപോലെ ഫിസിക്കൽ എക്സ്പെർട്ട് പറയും നമുക്ക് ഒരുപാട് എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ ഇന്ന എക്സസൈസ് നമുക്ക് പ്രത്യേകിച്ചും ഫെർട്ടിലിറ്റി കൂടാനായിട്ട് കീഗൽ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള എക്സസൈസാണ്, അത് പറഞ്ഞു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കോർ സ്ട്രെങ്തനിങ് പ്രാക്ടീസസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്, അനറോബിക് ആയിട്ടുള്ള ഇത്. പിന്നെ കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് അതും ശരിക്കും പറഞ്ഞാൽ ഇത് ഹാബിറ്റായി മാറണമെങ്കിൽ ഈ മൈൻഡ് പവറിനകത്ത് തന്നെ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ എസെൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഹാബിറ്റ് സ്റ്റാക്കിങ്ങിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. അതോടുകൂടി അവരത് വിട്ടുപോകില്ല വളരെ കൃത്യമായിട്ട്. അപ്പോൾ അത് നമ്മുടെ റെഗുലർ വിസിറ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാൻ വ്യൂവേഴ്സിനെ സംബന്ധിച്ച് പറയുന്നത്, നിങ്ങൾ ഒരുപാട് മെത്തേഡുകൾ നോക്കിയല്ലോ, കിട്ടാവുന്ന മെത്തേഡുകളെല്ലാം നോക്കി. പക്ഷേങ്കിൽ ഈ മെറ്റാജൻ കൊടുക്കുന്ന ന്യൂട്രീഷനും അതിൻ്റെ കൂടെ കൊടുക്കുന്ന ഈ ബാക്കി 6 സർവീസസ്, അതുകൂടാതെ നമ്മളൊരു പുതിയ സർവീസ് ആരംഭിക്കുന്നുണ്ട്, ബയോ ഹാക്കിങ്ങിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മളിപ്പോൾ മെറ്റാജൻ്റെ ഭാഗമായിട്ട് നമുക്ക്. പിന്നെ ഈ ഓവർ ഈറ്റിങ്ങും, അപ്പോൾ ഇമോഷണലി അതെങ്ങനെയാണ്, അപ്പോൾ ഓവർ ഈറ്റിംഗ് കുറയ്ക്കാനായിട്ട് പറ്റുന്ന ചില മൈൻഡ് പവർ ടെക്നിക്സ് ഉണ്ട്. പിന്നെ ചില ഈ പെൽവിക് ഫ്ലോർ മസിൽസ്, അത് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റാണ് കൊടുക്കേണ്ടത്. ആ ഫ്ലോർ മസിൽസ് അത് വളരെ ഈസി ആയിട്ട് ബെഡിലൊക്കെ കിടന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അവിടെ എക്സ്പെർട്ട് ഉണ്ട്, നമ്മുടെ ഡെയിലി മെഡിറ്റേഷൻ. അതിപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രം മെഡിറ്റേഷൻ ഉണ്ടാക്കണം. നമ്മളൊരു പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന ആളിന് അയാൾക്ക് വേണ്ടിയിട്ട് മാത്രം, അയാളുടെ കണ്ടീഷൻസ് എല്ലാം മനസ്സിലാക്കിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അയാൾ പറയും എനിക്ക് ഇംഗ്ലീഷ് വേണോ, മലയാളം വേണോ, മെയിൽ വേണോ, ഫീമെയിൽ വേണോ. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രഗ്നൻ്റ് ആകുന്ന വരത്തേക്കുള്ള എല്ലാ കാര്യത്തിനുമുള്ള മെഡിറ്റേഷൻ. അത് രാവിലെയും വൈകിട്ടും ഉറക്കം കഴിഞ്ഞ അപ്പം തന്നെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഇരുന്നുകൊണ്ട് 20 മിനിറ്റ് ചെയ്യുക, ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 20. അപ്പോൾ ബാക്കിയെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. പിന്നെ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് ഗൈഡഡ് വിഷ്വലൈസേഷൻ ഉപയോഗിക്കും. ഓക്കെ, അത് ഭയങ്കര പവർഫുള്ളാണ്. ഗൈഡഡ് വിഷ്വലൈസേഷൻ ഉപയോഗിക്കും. വിഷൻ ബോർഡ് ഉണ്ടാക്കിക്കും. അതെല്ലാം മെറ്റാജിൽ വന്നിരുന്ന് ചെയ്യേണ്ട വർക്കാണ്, ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അത് കൊണ്ട് നമ്മളെ കാണിക്കണം. അത് ഒരു ബെഡ്റൂമിൽ സ്ഥാപിക്കണം, പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്ന കഥകിൽ വേണമെങ്കിൽ അവർക്ക് അത് ഒട്ടിക്കാം. അപ്പോൾ വിഷൻ ബോർഡ് അവർക്ക് ഉണ്ടാക്കണം. പിന്നെ നല്ല അഫർമേഷൻസ് ഡെയിലി അഫർമേഷനകത്ത് നമ്മൾ ഉറക്കം തെളിയുന്നത് 9 പ്രാവശ്യം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 9 പ്രാവശ്യം എന്ന് വെച്ചാൽ 5, വൈകിട്ട് ഉറങ്ങുന്നതിന് മുൻപ് 9 പ്രാവശ്യം. അപ്പോൾ 999 ഇൻറ്റു 90 ഡേയ്സ് ആണ് അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അത്ഭുതമാണ് ബോഡിയിലെ ഇന്ന മാറ്റങ്ങൾ വരുന്നത്. പിന്നെ നമ്മളൊരു ക്ലിയറായിട്ട് ഈ പ്രഗ്നൻസി കൂടാതെ നമ്മുടെ ലൈഫിൽ മൊത്തമായിട്ടൊരു ഗോള് സെറ്റ് ചെയ്യണം. നമ്മളെങ്ങനെ ജീവിക്കും, എങ്ങനെയാണ് നമ്മൾ കരിയർ വഴി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുപോലെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ മാസങ്ങൾ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, ഇങ്ങനെ കുറച്ചൊരു ദിനചര്യകളും എല്ലാം സെറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടെ അപ്പം മോഡേൺ മെഡിസിൻ്റെ ആവശ്യം ഇപ്പോൾ ഓൾറെഡി കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ വിടുവൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കൊണ്ട് മെറ്റാജൻ്റെ സപ്പോർട്ട്, കാരണം അത് മറ്റുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. ഞാനും മോഡേൺ മെഡിസിൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ്. ഡോക്ടർമാർക്ക് ഒരുപാട് ട്രെയിനിങ്ങും എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ അത് നമ്മൾ വേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് കൾട്ടിവേറ്റ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് വരുമ്പോൾ നമ്മൾ ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ തരുന്ന നമ്മുടെ ഫുഡ് തെറാപ്പിസ്റ്റ് തരുന്ന ഫുഡ് ഒരുപാടെണ്ണം ഹോർമോൺസ് നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ളതാണ്, ഹോർമോൺസിൻ്റെ ഇൻബാലൻസസ് മാറ്റാനായിട്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ദിവസം ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് കടന്നു പോകണം. പിന്നെ ചില ബ്രീതിങ് എക്സസൈസസ് ഉണ്ട്, ബ്രെത്ത് വർക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയതുണ്ട്. പിന്നെ നമുക്ക് ഈ ഓപ്റ്റിമൽ ഔട്ട്കം, റിയൽ റിസൾട്ട് അവരുടെ മനസ്സിൽ കണ്ട് ഒരു 30-60 ദിവസം കഴിയുമ്പോൾ അത് റിയാലിറ്റി അവരുടെ സ്വപ്നം പതിയെ റിയാലിറ്റി ആകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ്. എങ്ങനെയാണ് കഴിക്കുന്നത്? കിട്ടുന്നതൊക്കെ കഴിക്കുകയാണോ അതോ വളരെ മൈൻഡ്ഫുൾ ആയിട്ടാണോ? മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുക എന്നാണ് പറയാറ്. എടുക്കുന്ന ഓരോന്നും എങ്ങനെയാണ് കഴിക്കുന്നത്? അത് വായി കെയർഫുൾ ആയിട്ട് അതിന്റെ ഓരോ മൂവ്മെന്റ്സും നമ്മൾ ഫീൽ ചെയ്യണം എന്നാണ്. ഇഫ് അതിന്റെ കളർ ആയാലും ടേസ്റ്റ് ആയാലും അതിന്റെ ഷേപ്പ് ആയാലും എവറിത്തിങ് വി നീഡ് ടു ഫീൽ. അപ്പോൾ വായിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്? അതിന്റെ ടേസ്റ്റ് നമ്മൾ സെൻസ് ചെയ്യണം.
എന്നിട്ട് മെല്ലെ ചൂ ചെയ്യാം. ആ അപ്പം നമുക്ക് കൂടുതലും ഫുഡ് കഴിക്കുന്ന സമയത്ത് വാരി വലിച്ച് കഴിക്കാൻ പറ്റാതെ ഒരു ഫുൾ ആയ ഒരു ഫീലിംഗ്. അപ്പൊ നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉം. അപ്പൊ പല പ്രശ്നമുള്ള ഒബിസിറ്റി പോലത്തുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്ത് വരാം. കുറേശ്ശെ അത് തന്നെയല്ല, ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ഇമോഷനോട് കൂടി അതെങ്ങനെ കഴിക്കാറല്ലേ? അഫർമേഷൻ കൊടുത്തോണ്ട് കഴിക്കാം. അതെ അതെ, അഫർമേഷൻ കൊടുത്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കി തന്നവരും ഇതിന്റെ ഒറിജിനും എല്ലാം നമുക്ക് അഫർമേഷൻ ഫീൽ ചെയ്തുകൊണ്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ മൈൻഡ്ഫുൾ ഈറ്റിംഗ്, അപ്പോൾ ഈറ്റ് മൈൻഡ്ഫുള്ളി, അപ്പോൾ വളരെ ഇതോടുകൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡെയിലി ഒരു ഫെർട്ടിലിറ്റി റിച്വൽ, ജസ്റ്റ് ഓപ്പോസിറ്റ് ഫെർട്ടിലിറ്റി റിച്വൽ, അത് നമ്മുടെ മൈൻഡ് എക്സ്പെർട്ട് തരും. ഇന്ന ഫെർട്ടിലിറ്റി റിച്വൽ നമ്മൾ ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ എന്തുവാണ്, ഇതെല്ലാം ചെയ്താൽ പോരാ, രണ്ടുപേരും നമ്മളുടെ എന്തുവാണ് ശാരീരിക ബന്ധവും. അപ്പോൾ അതിനും ഈ പറഞ്ഞതുപോലെ പ്രത്യേകമായിട്ടുള്ള, അപ്പോൾ അതുകൊണ്ടാണ് സെക്സ് ആവശ്യമെന്നുണ്ടെങ്കിൽ സെക്സ് തെറാപ്പിയും കൂടി എടുക്കണമെന്ന് പറയുന്നത്. വളരെ ശാസ്ത്രീയമായി സെക്സ് ലൈഫിൽ അവർ വളരെ എക്സ്പെർട്ട് ആകാനായിട്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് തന്നെ അത് കൊടുക്കും. വളരെ പിന്നെ അത് ഒരു നോർമൽ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടും. അതല്ല, നമുക്ക് സെക്സ് തെറാപ്പി, ഇപ്പോൾ സെക്സ് തെറാപ്പി ഞാനായിരിക്കും എടുക്കുക. അപ്പോൾ അത് പക്ഷേങ്കിൽ വളരെ എന്താ വെച്ചാൽ ഞാൻ പലപ്പോഴും പുറത്തൊക്കെ ആയതുകൊണ്ട് അവർ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അത് ആവശ്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഒരു 100 കപ്പിൾ വന്നു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 5-6 പേർക്കൊക്കെ അങ്ങനെ അത്യാവശ്യം ഒരു ഇഷ്യൂ. അതല്ല, ഈ ഹാർഡ്വെയറിനാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യുന്നത് യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റാണ്. സോഫ്റ്റ്വെയറിന് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ എന്തുവാണ്, അന്നേരമാണ് നമ്മളുടെ അടുത്ത്, പ്രത്യേകിച്ച് നമ്മളുടെ അവിടുത്തെ മൈൻഡ് എക്സ്പെർട്ടും പിന്നെ അതുപോലെ തന്നെ അമേരിക്ക തന്നെ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ മെഡിറ്റേഷൻ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മെഡിറ്റേഷൻ അല്ല, ഓരോരുത്തർക്കും. അതുകൂടാതെ അഫർമേഷനും നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന അഫർമേഷൻ അല്ല, അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കി മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെയുള്ള രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അമ്മ ഈ സർവീസ് മെറ്റാജനിൽ കൊടുക്കുമ്പം എന്താണ് വൈകുന്നേരം പോകുമ്പോഴത്തെ ഫീലിംഗ് എന്താണ്? ശരിക്കും എനിക്ക് കുറച്ച് എന്താ പറയാ, ഭയങ്കര ഹാപ്പി ഫീൽ ചെയ്യും. കാരണം നമ്മുടെ വിശ്വസിച്ച ഒരാൾ വരുമ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു ഫീൽ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടാണ് ഞാൻ തിരിച്ചു പോവാറ്. കാരണം ആ ഒരു ഗ്രേറ്റ് ഫീലിംഗ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ഒരു ഗ്രേറ്റ് ഫീലിംഗ് ആണത്. അപ്പം ഞാനത് വീട്ടിൽ പോയിട്ട് ഷെയർ ചെയ്യുമ്പോഴും അവർക്ക് എന്നെ കുറിച്ച് വേറൊരു ഫീൽ ആയിരിക്കും. ലൈക്ക് എൻ്റെ മകള് ഇത്ര ഒരു ലെവലിലെത്തി, അവളെ വിശ്വസിച്ച ആൾക്കാർ വരുന്നു, അവളെ കൊണ്ട് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, ഒരു ഗ്രേറ്റ് ഫീലിംഗ് എൻ്റെ പാരൻസിനും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഡബിൾ ഹാപ്പിനെസ് ആണ് എനിക്ക്. ഞാൻ മെറ്റാജനിലും അത് ഇരിക്കാറില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ഓരോ കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് അവരുടെ റിസൾട്ട് കാണിക്കാൻ പറയണം. അപ്പോൾ എൻ്റെ മൊബൈലിനകത്ത് അല്ലെങ്കിൽ വൈഫിൻ്റെ മൊബൈലിനകത്ത് ജിജിയുടെ മൊബൈലിനകത്ത് നമ്മുടെ അടുത്ത് വന്ന റിസൾട്ട് ഉണ്ടായിട്ടുള്ള ആൾക്കാർ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തിടും നല്ല ഇതായിട്ട്. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്കൊരു അവാർഡ് കിട്ടുന്ന ഫീലിംഗ്. അപ്പോൾ ഈ ഒരു 10-100 കുട്ടികൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഭയങ്കര ഫീലിംഗ് ഉണ്ട്. ഫാദറിൻ്റെ മദറിൻ്റെ പേരും ഒക്കെ അടിയിൽ എഴുതി കുട്ടിയുടെ പടം കൊണ്ട് ഇട്ട് തരുമ്പോൾ നമുക്കത് ഇടയ്ക്കെടുത്തപ്പോൾ കുറേ എണ്ണം ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കുണ്ടാകുന്ന ഇതിൽ നിന്ന് വരുന്ന വരുമാനം അതൊന്നും അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ റിസൾട്ട് വരുന്നതിന്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് അവർ ഇപ്പോൾ ഈ പിന്നെ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളൊരു പ്രഗ്നൻസി ശരിയാക്കാൻ ഇനി സൈക്കോളജി പഠിക്കാൻ പോകണ്ടല്ലോ, അതേപോലെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളിരിക്കുന്നത് കൊണ്ട് ആ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം സൈക്കോളജിസ്റ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ഓരോരുത്തർക്കും അവർക്ക് വേണ്ടി മാത്രമായിട്ടുണ്ടാകും, ജനറലി കൊടുക്കുന്നതിന് പകരം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് വർഷങ്ങളോളമുള്ള പിന്നെ ഈ പ്രസ്ഥാനമായിട്ടുള്ള മെറ്റാജൻ എന്ന പേര് തന്നെ നമ്മൾ എന്താണ് ഈ നമ്മുടെ ജനറ്റിക് ഈ ഇഷ്യൂസിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് മെഡിസിൻസ് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ആശയത്തിൽ നിന്നാണ് നമ്മൾ മെറ്റാജൻ എന്നുള്ള പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിനകത്ത് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ വരുന്ന ആൾക്കാർക്കും നമുക്ക് ഇനി അതിനെ 100-ൽ 100 ആക്കണം റിസൾട്ട്. ഓക്കെ. അപ്പം നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാ സർവീസുകളും നമ്മുടെ അടുത്ത് ഇല്ലാത്ത സർവീസ് എല്ലാം പുറത്തുനിന്നും കൂടെ എടുത്തിട്ടാണ് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.